Welcome back to Food Therapy, your fitness destination. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പോഷക മൂല്യമുണ്ടെന്ന് വിചാരിച്ച ഓരോ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ അമൃതം പൊടിയെ കുറിച്ചാണ്. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര. 20% പഞ്ചസാര ചേർക്കുന്നത്. അതായത് 100 ഗ്രാം അമൃതം പൊടിയിൽ 26 ഗ്രാം പഞ്ചസാര. ഇതിന് പുറമെ നമുക്കിത് ഹെൽത്തി ആണെന്ന് പറയാൻ മാത്രമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇതിനകത്ത് കാണാനില്ല. കാരണം ഇത് കാൽഷ്യം, അയൺ അല്ലെങ്കിൽ മറ്റു ന്യൂട്രിയൻസിന്റെ ഒക്കെ കണ്ടന്റ് നോക്കുവാണെങ്കിലും ഇപ്പൊ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മുത്താറി മാത്രം കൊടുക്കുകയാണെങ്കിൽ പോലും 100 ഗ്രാമിന് 300 മേലെ കാൽഷ്യം നമുക്ക് കിട്ടും. ഇതിനകത്ത് ഈ 3-4 ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ആകെ 300 mg ആണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ന്യൂട്രിറ്റീവ് വാല്യൂ പ്രകാരവും അത്ര ബെറ്റർ ഫുഡായിട്ട് നമുക്ക് അമൃതം പൊടി കാണാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ 6 മാസത്തിൽ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ഓരോരോ ഫുഡ് വിധേ കൊടുക്കാൻ പാടുള്ളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം മുത്താറി കൊടുക്കുവാണെങ്കിൽ അതൊരു 1-2 ആഴ്ച കണ്ടിന്യൂ ചെയ്ത് മുലപ്പാലിനൊപ്പം കൊടുക്കുക. അതിനുശേഷം പുതിയൊരു ഐറ്റം കൊടുക്കുക. അതായത് ഇപ്പൊ വാഴയ്ക്കപ്പൊടി എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ഒരു 2 മാസം പോയി ഒരു 8-9 മാസമൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഈ കോമ്പിനേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പൊ നട്ട്സോ സീഡ്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ പോലും അതൊരു 7-8 മാസത്തിന് ശേഷം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതേസമയം നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഞ്ഞിയൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ ഇതിന്റെ ഇടയിൽ കൊടുക്കാം. പക്ഷെ ഇങ്ങനെ 3-4 ഐറ്റംസ് ഒക്കെ ഒന്നിച്ച് വരുന്ന ഇത്രയും എന്താ പറയാ ഡൈജഷന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം 6 മാസത്തിൽ കൊടുക്കുക എന്നുള്ളത് അത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല സ്ഥലത്തും ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുത്തില്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അറിയാതെയൊക്കെ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഫുഡ്സ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുഞ്ഞിന്റെ ദഹനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ഇത്തരം ഫീഡ്സ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം പഞ്ചസാര സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യണം. അതിന് പകരം നമുക്ക് അറിയാം നമ്മൾ എന്തായാലും മുത്താറിയും വാഴയ്ക്കപ്പൊടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ശർക്കര ചേർത്തിട്ടാണ് കൊടുക്കുക. അപ്പൊ ഇതിലും നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഒന്നില്ലെങ്കിൽ ശർക്കര ചേർത്തിട്ട് വരാം, അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെയും വരാം. നമുക്ക് വീട്ടില് ആവശ്യാനുസൃതം ശർക്കര ചേർക്കാം. ഇപ്പൊ ഇതിൽ പഞ്ചസാര തന്നെ നമുക്കറിയാം എത്ര വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുവാണെങ്കിൽ പോലും നല്ല മധുരമായിരിക്കും. അപ്പൊ അത്രയും ചേർക്കാതെ നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്ന ഒരു ഓപ്ഷൻ തരാം. പിന്നെ ഈ ഗോതമ്പും നിലക്കടല, സോയ എന്നൊക്കെ പറയുന്നത് നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇപ്പൊ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീലിയാക് ഡിസീസ് വളരെ കോമൺ ആണ്. മിക്ക ആളുകൾക്കും ഗോതമ്പ് കഴിക്കുമ്പോൾ വയറിന് പിടിക്കാതെ വരും. വയറ് സ്തംഭനം വരിക, അല്ലെങ്കിൽ വയറിളക്കം വരിക, ഛർദി, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഗോതമ്പ്. അതേപോലെ തന്നെയാണ് നിലക്കടലയും. നമുക്കറിയാം പീനട്ട് അലർജിയും വളരെ കോമൺ ആണ്. എല്ലാ കുട്ടികൾക്കും അത് പിടിച്ചൊന്നും വരില്ല. പീനട്ട് അലർജി കൊണ്ട് ഇഷ്ടംപോലെ ഡെത്ത് കേസസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും ചെറിയൊരു കുഞ്ഞിന് നമ്മളിങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ പെട്ടെന്ന് ഒരു വയറിളക്കം വന്നാൽ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിനകത്ത് 3-4 ഐറ്റംസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീനിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറയുന്നത്. പിന്നെ സോയ ആണെങ്കിലും സോയ പ്രൊഡക്ട്സും എല്ലാവർക്കും ഒരുപോലെ ദഹിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അലർജിക് ആവാൻ ചാൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷനെ പറ്റി ഇവർ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ തേനോ ചേർക്കാമെന്ന്. പഴങ്ങൾ ചേർക്കാം, കുഴപ്പമില്ല. പക്ഷെ തേൻ ചേർക്കുന്നതിനെ പറ്റി ഒരിക്കലും ഇതിനകത്ത് പറയാൻ പാടില്ലാത്തതാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തേൻ കൊടുക്കാനേ പാടില്ല എന്നാണ് സ്ട്രിക്ട്ലി പറയാറ്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം തേനും വയമ്പും കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓരമരുന്നൊക്കെ നമ്മുടെ വീട്ടിൽ പൊതുവെ കൊടുത്ത് കാണാറുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു ശീലമാണ്. അത് 1 തുള്ളി 2 തുള്ളിയൊക്കെ ആയിരിക്കും ചേർക്കുക. തെറ്റാണെങ്കിൽ പോലും നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ മുത്താറി തന്നെയാണ്. ആ മുത്താറി നമുക്ക് മുളപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഈ വാഴയ്ക്കപ്പൊടികൾ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഞ്ഞിയും ചോറും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൊടുത്ത് ഒരു പാകമായതിനു ശേഷം നമുക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻ ഫുഡ്സോ അല്ലെങ്കിൽ വേറെ നട്ട്സും മില്ലറ്റ്സും ഒക്കെ ഉൾപ്പെടുത്താം. അതല്ലാതെ ഇങ്ങനത്തെ നമ്മൾ മധുരം വരുന്ന സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഫുഡ്സ് ആണെങ്കിൽ പോലും നമുക്കറിയാം കുട്ടികളുടെ ഫുഡ്സ് ഒക്കെ കൂടുതലും പ്രിസർവേറ്റീവ്സും പിന്നെ പഞ്ചസാരയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും വരിക. അത്യാവശ്യം കുറച്ച് ഹെൽത്തി സാധനങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ്. താങ്ക് യു.